எம்பேரு படையப்ப இடப்பட்ட நடையப்ப என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்ப. Hey, who are you, man? स्फुरन्मौलि कल्लोलिनी चारुगङ्गा ശിവരാത്രി ആഘോഷമാക്കുകയാണ് മധുര തിരുമംഗലത്തുള്ള അരുൾമികു ശ്രീ രജനി ക്ഷേത്രത്തിൽ. രജനി ക്ഷേത്രം എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, സാക്ഷാൽ നടൻ രജനീകാന്തിനായുള്ള ക്ഷേത്രം തന്നെ. താരത്തിനായുള്ള ക്ഷേത്രം പണ്ടേ വാർത്തകളിൽ നിറഞ്ഞതാണ്. അമ്പലത്തിലെ ശിവരാത്രി പ്രത്യേക പൂജകളാണ് ഇപ്പോൾ വൈറൽ. ആയിരത്തി 1993 പുറത്തിറങ്ങിയ ഉഴൈപ്പാളി എന്ന സിനിമയിൽ ശിവനായി പ്രത്യക്ഷപ്പെടുന്ന രജനീകാന്തിന്റെ ചിത്രത്തെയാണ് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജിക്കുന്നത്. തങ്ങളുടെ കുലദൈവമാണ് രജനിയെന്നും അമ്പലത്തിൽ 4 നേരവും പൂജയും അഭിഷേകവും ഒക്കെ ചെയ്യാറുണ്ടെന്നും ആരാധകൻ പറയുന്നു. வாத்திய இசைக்கருவிகளோடு நாங்கள் பூஜை பண்ணி கொண்டாடிட்டு இருக்கிறோம். எங்களை பொறுத்தளவு எங்கள் குலசாமி ரஜினிகாந்த் தான். 1993 உழைப்பாளி படத்தில் அவர் சிவனாவே வேடமிட்டு வந்து நடிச்சிருப்பாரு. அந்த பிக்சரையே நாங்கள் அவரை சிவனா கடவுளா பார்க்கறதுனால அந்த பிக்சரை வச்சு நாங்கள் நம்பிக்கணும் சிறப்பு பூஜை பண்ணியிருக்கிறோம். 501 வடைகள் எங்கள் வீட்டிலே பண்ணி அவருக்கு வடமாலை எப்படி ஆஞ்சநேயருக்கு சிவனுக்கெல்லாம் சாத்துவாங்களோ அதே மாதிரி எங்கள் குலசாமி ரஜினிக்கு വടമാലയെ സാധിച്ചിരിக்கிறோം. പാല്, തൈര്, പനിനീർ, ചന്ദനം, ഇളനീർ എന്നീ അഭിഷേകങ്ങൾ പതിവാണ്. ശിവരാത്രി സ്പെഷ്യൽ 501 വടകൾ കൊണ്ടുണ്ടാക്കിയ വടമാലയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് രജനീകാന്തിന്റെ കണ്ണുകളുടെ 5001 ചിത്രങ്ങളും ചുമരുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. താരത്തെ എല്ലാ വർഷവും കാണണം. അദ്ദേഹം സന്തോഷമായിരിക്കണം. അതിൽ കവിഞ്ഞ് ഒന്നും വേണ്ട എന്ന് പറയുന്നു ഇവർ. പുതിയ താരങ്ങൾ ഒരുപാട് വന്നു. പക്ഷേ തലയവരോളം വരില്ല തമിഴകത്ത് മറ്റൊരു താരം. അപൂർവ രാഗങ്ങളിലൂടെ അന്ന് ബാലചന്ദർ പരിചയപ്പെടുത്തി. പിന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് പ്രേക്ഷക മനസ്സുകളിലേക്ക് ഓടിക്കയറിയ രജനി. ലേറ്റായാലും ലേറ്റസ്റ്റായി എത്തുന്ന രജനി. ഒരു തടവ് സൊന്നാൽ 100 തടവ് സൊന്ന മാതിരിയുള്ള രജനി. ഒടുവിൽ ആരാധകർക്ക് ദൈവതുല്യനായി മാറിയ തലൈവർ. മറ്റാരിലും കാണാത്ത ഓഫ് സ്ക്രീൻ ലാളിത്യവും എളിമയുമെല്ലാം രജനി എന്ന മനുഷ്യനെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നു. സിനിമാ തിയേറ്ററുകൾ ഉയർന്ന കയ്യടികൾക്കും വിസിലടികൾക്കും ഉപരിയായി തമിഴകത്തെ രജനീകാന്ത് വാഴ്ത്തപ്പെടുമ്പോൾ അതിൽ അത്ഭുതപ്പെടാൻ ഏതുമില്ല എന്ന് പറയുന്നു ചിലർ. சிங்கா சிங்கலா தான் வரும்.